നമസ്കാരം. ചന്ദ്രൻ കർക്കിടകത്തിന് ശേഷം ചിങ്ങത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കൂടാതെ മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിന്റെ 2ാം തിഥി കൂടിയാകുന്നു. അതിനാൽ തന്നെ ആയുഷ്മാൻ യോഗം, സൗഭാഗ്യയോഗം, ലക്ഷ്മി നാരായണ യോഗം, ആയില്യം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നതാകുന്നു. ഇപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർ അഥവാ ചില രാശിക്കാരായ വ്യക്തികൾക്ക് വളരെ സൗഭാഗ്യം തന്നെ ശനിദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഈ രാശിക്കാരുടെ ഭാഗ്യം വർദ്ധിക്കുകയും വളരെയധികം നേട്ടങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരുകയും ചെയ്യും. ജാതകത്തിൽ ശനിയുടെ സ്ഥാനം ശക്തിപ്പെടുകയും ശനിയുടെ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മേടം രാശിയാണ് ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. മേടം രാശിക്കാർക്ക് സൗഭാഗ്യമാണ് വന്നു ചേരുക എന്ന് മനസ്സിലാക്കുക. ശനിദേവന്റെ പ്രത്യേകമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് പറയാം. ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തേക്ക് നീങ്ങുന്ന അവസരം തന്നെയാണ് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുക. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും. പ്രധാനമായും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന പണം, ജോലി, അതായത് മുടങ്ങിക്കിടക്കുന്ന ജോലികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശുഭകരമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യം വന്നു ചേരും. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ, തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരം കൂടിയാണ് ഇത്. പല മേഖലകളിലും നിങ്ങൾക്ക് അനുകൂലമായ സമയം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുക, അവരുമായി ബന്ധപ്പെട്ട് ബന്ധം കൂടുതൽ ശക്തമാവുക, മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, അത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഈ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. മിഥുനം രാശിക്കാർക്ക് ശുഭയോഗങ്ങളുടെ സ്വാധീനം കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന അവസരമാണ് ഇത്. പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പുതിയ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുവാൻ അല്ലെങ്കിൽ പുതിയ ചുമതലകൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പുതിയ ആളുകളുമായി ബന്ധപ്പെട്ട് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശനിദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ പിന്തുണ പല കാര്യങ്ങളിലും വർദ്ധിക്കുന്ന അവസരങ്ങളായി തന്നെ ഇത് മാറും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ സമയം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ശുഭയോഗങ്ങളുടെ സ്വാധീനത്താൽ ഏറെക്കാലമായുള്ള നിങ്ങളുടെ പല ആഗ്രഹങ്ങളും
നടക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. കൂടാതെ ബിസിനസ്സിൽ വളർച്ച നേടുവാൻ, മനസമാധാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതി, മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പുതിയ വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുക, ആഗ്രഹ സാഫല്യം വന്നു ചേരുക. കൂടാതെ സുഹൃത്തിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് പല അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക, പണം തിരികെ ലഭിക്കുക, കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. അത്രമേൽ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനു രാശിക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും. കാരണം ശനിദേവന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് ഗുണകരമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ വ്യക്തികൾക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പ്രതാപവും വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ഭാഗ്യം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുണയ്ക്കുന്ന അവസരം കൂടിയാണ് ഇത്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് യാത്ര നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാനും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. പല വ്യക്തികളുടെയും പിന്തുണയോടെ, പ്രത്യേകിച്ചും സുഹൃത്തുക്കളുടെ പിന്തുണയോടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാനും പല കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. കൂടാതെ കുടുംബത്തോടും അതേപോലെ തന്നെ കുട്ടികളോടുമൊപ്പം നിങ്ങൾക്ക് സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ വാർത്തകൾ ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും മറ്റ് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ശനിദേവന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ സമയമാണ് ശനിദേവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പുതിയ ജോലികൾ ആരംഭിക്കുവാൻ ഏറ്റവും ശുഭകരമായ സമയം. അതേപോലെ തന്നെ പുതിയ ബിസിനസ്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സാമ്പത്തികപരമായ സഹായങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ അത്തരത്തിൽ സാമ്പത്തികപരമായ സഹായങ്ങൾ ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ തർക്കസംബന്ധമായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ, അത് രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിക്കും. കുട്ടികളുമായും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ മനസ്സിന് ആശ്വാസം പകരുന്ന കാര്യങ്ങളായി മാറും. ജോലിക്കാർക്ക് സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തടസ്സങ്ങൾ മാറുകയും ശനിദേവന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. അതിനാൽ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.